അപകടമുണ്ടായിരിക്കുന്നത് ശ്രീകാര്യം തിരുവനന്തപുരത്തെ ശ്രീകാര്യത്തിൽ മടത്തുനട എന്ന സ്ഥലത്ത് ഡ്രെയിനേജ് പണിക്കിടെ മണ്ണിടിഞ്ഞ് അപകടമുണ്ടായി. രണ്ട് തൊഴിലാളികൾ മണ്ണിനടിയിൽപ്പെട്ടു. ഒരാളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഫയർഫോഴ്സിൻ്റെയും ശ്രീകാര്യം പോലീസിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിക്കുന്നുവെന്നാണ് അറിയുന്നത്. ഗോകുൽനാഥ് വിവരങ്ങൾ നൽകും. ഗോകുൽ, അടുത്തയാളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? നേരത്തെ രക്ഷപ്പെടുത്തിയയാളുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട്? എന്താണ് വിവരങ്ങൾ? മടത്തുനടയിൽ രാവിലെ 10 മണിയോടുകൂടിയാണ് സംഭവം ഉണ്ടാകുന്നത്. ഇവിടെ ഒരു മാസമായിട്ട് സീവേജ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടാകുന്നത്. 2 പേരാണ് ആദ്യം കുടുങ്ങിയെന്ന് പറയുന്നത്. അതിൽ മലയാളിയായ വിനയനെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ബീഹാർ സ്വദേശിയായ ദീപക് ഇപ്പോഴും മണ്ണിനടിയിൽ തന്നെ തുടരുകയാണ്. അയാൾ സഹായം അഭ്യർത്ഥിക്കുന്നുണ്ട്. സ്ഥലം MLA അടക്കമുള്ളവർ വേദിയിൽ വന്നിട്ടുണ്ട്. ഇതര സംസ്ഥാന തൊഴിലാളിയെ പുറത്തെടുക്കാനുള്ള ശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്തെ ശ്രീകാര്യത്താണ് ഇങ്ങനൊരു അപകടമുണ്ടായത്. ഡ്രെയിനേജ് പണിയുടെ ഭാഗമായി എടുക്കുകയായിരുന്നു. അതിനിടയിലാണ് മണ്ണിടിഞ്ഞത്. 2 പേർ അടിയിൽപ്പെട്ടത്. ഒരാളെ വേഗത്തിൽ തന്നെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. മറ്റയാളെ ഫയർഫോഴ്സും പോലീസും നാട്ടുകാരുമൊക്കെ വേഗത്തിൽ തന്നെ കഴിയുമെന്ന പ്രതീക്ഷയിൽ രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോവുകയാണ്. JCB ഉപയോഗിച്ച് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് മണ്ണൊക്കെ മാറ്റി വേഗത്തിൽ തന്നെ രക്ഷപ്പെടുത്തൽ സാധ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഗൂഗിൾ, ഈ ആദ്യം രക്ഷപ്പെടുത്തിയ ആളെ ഉടനെ ആശുപത്രിയിലേക്ക് മാറ്റിയോ? അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട്? ശരി, നമുക്ക് പിന്നീട് ഈ വാർത്തയിലേക്ക് മടങ്ങി വരാം. എന്തായാലും നിലവിൽ ഒരാളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അടുത്തയാളെ കൂടി അധികം താമസിയാതെ രക്ഷപ്പെടുത്താൻ കഴിയുമെന്ന ശുഭപ്രതീക്ഷയിൽ രക്ഷാദൗത്യം മുന്നോട്ട് പോവുകയാണ്.